വെൽക്കം ടു ഡെയിലി ഫീസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് കരുതുന്നത് ചെറുനാരങ്ങ കൊണ്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അച്ചാറാണ്. സാധാരണ അച്ചാറിൻ്റെ പോലെ അത്ര തിക്കായിരിക്കത്തില്ല ഇത്. കുറച്ചൊരു കറി പോലെ നമുക്ക് എടുക്കാൻ പറ്റും, ഈ സദ്യക്കൊക്കെ വിളമ്പുന്ന പോലെ. അപ്പം അങ്ങനെ ഒരു അച്ചാറാണിത്. അതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം നമുക്ക്. ഈ നാരങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 10-12 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലിന് നല്ല കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഇഡ്ഡലിക്കൂട്ടത്തിൽ വെച്ചിട്ടൊന്ന് ആവിയിൽ പുഴുങ്ങിയിട്ട് നന്നായിട്ട് ആ തോലൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഈ നാരങ്ങയെല്ലാം ഇഡ്ഡലിക്കൂട്ടത്തിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിയുമ്പം ഈ നാരങ്ങ ഇതുപോലെ 8ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നടുക്കൂടി ഒന്ന് കീറിയിട്ട് 4ആയിട്ട് അങ്ങനെ 8 കഷ്ണമായിട്ട് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ 8 കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് പുരട്ടി ഒരു രാത്രി വെക്കാമെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും വെക്കുക. ഇതിപ്പം ഒരു നൈറ്റ് ഫുള്ള് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 ഗ്രാം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചതാണിത്. വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ വേണേൽ ചേർക്കാം. അച്ചാറിനകത്തോട് കിടക്കണ വെളുത്തുള്ളി നല്ല ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 10 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പം അത് ചെറിയൊരു മധുരവും എരിവിൻ്റെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു രുചിയാണ്. പിന്നെ ഒരു 6 പച്ചമുളക്. ഇത് അധികം എരിവുള്ളതല്ല, നീളത്തിലുള്ള വലിയ പച്ചമുളകാണ്. അതൊരു 6 എണ്ണം. പിന്നെ ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂൺ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, അതൊരു 2 ടേബിൾ സ്പൂൺ. ഈ പച്ചമുളക് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഈന്തപ്പഴം ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഈന്തപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പം നല്ലെണ്ണയാണ് എടുക്കുന്നത്. അതൊഴിച്ചു കൊടുക്കാം. അച്ചാറിന് എപ്പോഴും എണ്ണ കുറച്ച് കൂടുതൽ നിൽക്കണം. അപ്പോഴായിരിക്കും അത് കുറേ നാൾ ഇരിക്കുന്നതും കേട് കൂടാണ്ടിരിക്കും, അതുപോലെ രുചി ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം നമുക്ക്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം നമുക്ക്, അല്ലെ ഇത് പെട്ടെന്ന് അങ്ങ് മൂത്ത് പോവും. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ സമയത്ത്. ഇതിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളി. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതല്ല മറ്റേ മുളക് വേണമെങ്കിലും ചേർക്കാം, എരിവുള്ളത്. അപ്പം പകുതിയായിട്ട് ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ നോർമൽ അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ കാശ്മീരി, 4 തൊട്ട് 5 വരെ ചേർക്കാവേ. ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്ത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, സ്പൂൺ കായപ്പൊടി. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ എണ്ണയിൽ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാം. അതുവരെ ഒന്ന് ജസ്റ്റ് ഒരു 1 മിനിറ്റ് മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ച വെള്ളമായിരിക്കണം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ നമ്മൾ നാരങ്ങയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഈന്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ഏകദേശം 3/4 കപ്പ് തിളച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചാറോടുകൂടി ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അച്ചാർ. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കാം. നമുക്ക് എരിവും അതുപോലെ നമ്മുടെ ആവശ്യത്തിന് എരിവുണ്ടോ എന്ന് നോക്കാം. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുവാണേ. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയി. നമുക്ക് തുറന്ന് നോക്കാം. ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലിരുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു ഈ നല്ലെണ്ണ തന്നെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ അച്ചാറിടുന്ന പോലെ കുറച്ച് അങ്ങനെ ഒത്തിരി കട്ടിയായിട്ടുള്ളൊരു അച്ചാറല്ല. കുറച്ചൊരു കറി പോലെ, നാരങ്ങ കറി എന്ന് പറയാറില്ല അതുപോലെ തന്നെ ഉള്ളൊരെണ്ണമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഈന്തപ്പഴം ചേർക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ഒരു സ്വാദുണ്ടാവും. ആ ഒരു പുളിയും എല്ലാം കൂടി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി. താങ്ക് യു.